നമ്മൾ ഒരുപാട് പേര് ആക്രമിക്കുമ്പോൾ മാവുള്ള മാവേലേ കല്ലെറിയത്തുള്ളൂ. നിങ്ങളെപ്പോലുള്ളവർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരുപാട് പേര് നമ്മളെ ആക്രമിക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷയില്ലാത്ത സ്ഥലത്ത് നിന്ന് നമുക്ക് സപ്പോർട്ടുകൾ വരും. അത് ഏറ്റവും കൂടുതൽ വന്നത് പോലീസ് വിഭാഗത്തിൽ നിന്നാണ്. എൻ്റെ പിതാവ് ഒരു പോലീസ് ഓഫീസറായിരുന്നു. പക്ഷേ 2 പോലീസ് ഓഫീസേഴ്സ് നമുക്ക് വേണ്ടി പ്രസ് കോൺഫറൻസ് വരെ നടത്തി. ആ പ്രസ് കോൺഫറൻസിൽ എൻ്റെ കൂടെ പ്രശാന്തും ഉണ്ടായിരുന്നു. അപ്പം ഒരു പേർപ്പസ്ഫുള്ളി ആ സിനിമയെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളത് ബോധ്യപ്പെട്ടുകൊണ്ട് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും എനിക്ക് സപ്പോർട്ട് കിട്ടി. അടുത്ത ചോദ്യം ആർക്കാന്ന് വെച്ചാൽ ചോദ്യം ചേട്ടൻ്റെ മകൻ ഇമ്രാന് ഏത് ഏരിയയിലേക്ക് ആണ് മുമ്പോട്ട് പോകാൻ, അതായത് കഴിഞ്ഞതിന് ശേഷം പഠിച്ചുകൊണ്ടിരിക്കുമല്ലോ? ഇപ്പം പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രാജുവേറ്റായി. പുസ്തകം തുറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ നല്ല മാർക്കോടെ പാസ്സായി. വെരി ഗുഡ്. അപ്പോൾ ഏത് മേഖലയാണ്? ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവന് സിനിമയോട് താല്പര്യമുണ്ട്. സിനിമ ഭയങ്കരമായിട്ട് കാണുന്ന ഒരാളാണ്. സിനിമയിലേക്ക് വരണമെന്നുള്ളൊരു ആഗ്രഹമൊന്നും എന്നോട് പ്രകടിപ്പിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് ആക്ട് ചെയ്യണോ എന്ന് ചോദിച്ചു. വേണ്ട. പക്ഷേ ഞാൻ അവനെ വെച്ച് കോവിഡ് കാലത്ത് എൻ്റെ മൊബൈലിൽ ഷൂട്ട് ചെയ്തൊരു ഷോർട്ട് ഫിലിമുണ്ട്. ലാലേട്ടനാണത് ഇറക്കിയത്. അവൻ അഭിനയിച്ചു. അവനെ മാത്രം വെച്ചിട്ട് ബാക്കി ക്യാരക്ടേഴ്സ് കൂടുതൽ ശബ്ദം കൊടുക്കുമായിരുന്നു. സോഹനും മാലാപാർവതിയും പോളിച്ചൊക്കെ ചെയ്തൊരു സാധനം. അപ്പോൾ ഞാനങ്ങനെ ഒരു കാര്യം ചോദിച്ചപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, എനിക്ക് ഡിഗ്രി എടുത്ത് ഹയർ സ്റ്റഡീസ് പോയിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു ജോലി വേണം. സിനിമ എന്ന് പറയുന്നത് ഒരു ഗ്യാരണ്ടി ഉള്ളൊരു സംഭവമല്ല. അപ്പോൾ കുറച്ചുകൂടി പ്രാക്ടിക്കലാണെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ. ചോദിച്ചു. എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ എത്തിയിട്ടില്ല, ചിന്തിച്ചെത്തിയിട്ടില്ല. ഞാനും എന്താ ചോദിക്കും ഇക്ക, ഞാൻ എന്താ ചോദിക്കുന്നത്, ഞാൻ എന്നെപ്പറ്റി തന്നെ ചോദിക്കാം. ഇക്ക എനിക്ക് അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ ഒരു ഇതിൻ്റെ ജഡ്ജിയുടെ റോള് തന്നു. ഇതിനെ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇക്ക എന്താണ്, എങ്ങനെയായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നു എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചത്? അല്ല, തീർച്ചയായിട്ടും സ്മിനു നല്ല ആർട്ടിസ്റ്റാണ്. ഒരുപാട് നല്ല സിനിമയുണ്ട്. സ്മിനുവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കെട്ടിയോളാണ് മാലാഖയുടെ ക്യാരക്ടർ എനിക്ക്. പിന്നെ അത് മാത്രമല്ല, കുറച്ചും കൂടി നാച്ചുറലായിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് കണ്ടുകൊണ്ട് സാധാരണ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാൻ അന്വേഷണ തുടക്കത്തിൽ ജഡ്ജിയുടെ ക്യാരക്ടർ തന്നത്. അപ്പോൾ അതിനകത്ത് ഇംഗ്ലീഷ് ഡയലോഗ്സൊക്കെ ഉണ്ട്. അത് ശരിക്കും പഠിക്കുകയും അതിനകത്ത് ശരിക്കും എഫേർട്ട് എടുക്കുകയും ചെയ്തു. അപ്പം അതിൽ നിന്നൊക്കെ താങ്കൾ ഇതുവരെ ചെയ്ത സിനിമകളിൽ നിന്ന് വ്യത്യസ്തമെന്ന് ഞാൻ തോന്നുന്ന ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ തന്നത്. അത് മനോഹരമായി ചെയ്തു. അതിൽ ഞാൻ വളരെ സന്തോഷമാണ്. താങ്ക് യു. ഇനി ചോദിച്ചോ, തമാശ വേണോ സീരിയസ് ഏതാ വേണ്ട? എന്നാ തമാശ ചോദിക്കാം. അതായത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ കഥാകൃത്താണ്. ആദ്യത്തെ സിനിമയ്ക്ക് കഥയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് ഉണ്ട്. കിണർ അല്ല, ഫസ്റ്റ് പടം പകലിന് സ്റ്റേറ്റ് ഒഴിച്ച് ബാക്കി എല്ലാം കിട്ടി. നാഷണൽ അവാർഡ് കിട്ടിയോ? നാഷണൽ സ്റ്റേറ്റ് ഒഴിച്ച് ബാക്കി ഏതൊക്കെ അവാർഡുണ്ടോ അതെല്ലാം കിട്ടി. നവാഗത സംവിധായകൻ കിട്ടി. ഏതോ ഒരെണ്ണത്തിനുണ്ടായിരുന്നു. അപ്പോൾ കഥാകൃത്താണ്, തിരക്കഥാകൃത്താണ്, സംവിധായകനാണ്. ഒരാവശ്യവും ഇല്ലാതെ അഭിനയിക്കാനും തുടങ്ങി. എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇതൊന്നും പോരാഞ്ഞ് അത് പോട്ടെ, ഇതൊന്നും പോരാഞ്ഞുള്ള ലാസ്റ്റിൽ അതിൻ്റെ ഇടയ്ക്ക് മറ്റേ സാമൂഹ്യ നിരീക്ഷകനാണ്, രാഷ്ട്രീയ നിരീക്ഷകനാണ്. ഇതൊന്നും പോരാഞ്ഞ് സമയം കിട്ടുമ്പോൾ സ്റ്റുഡിയോയിൽ പോയി പാട്ടും പാടി അതും റിലീസ് ചെയ്യും. മിമിക്രി നമ്മളോട് പറയുമ്പോഴേ ഉള്ളൂ. അതായത് പെർഫോമൻസ് മിമിക്രി നമ്മളോട് ആരെങ്കിലും കാര്യം പറയുമ്പോഴേ മിമിക്രി അതും അടിപൊളിയാണ്. ഇതെല്ലാം ഉണ്ട്. യഥാർത്ഥ ഫോക്കസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഇതിലേതാണ്? സംവിധാനം.